എല്ലാവർക്കും എംപവറിംഗ് യു ചാനലിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സുഗമമായി സംസാരിക്കാൻ മലയാളത്തിൽ ഒരു ഫോർമുല നമ്പർ 6. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് വാചകങ്ങൾ, സെൻറ്റൻസുകൾ രൂപപ്പെടുന്നതെന്ന് കണ്ടു. വളരെ ഈസി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ, അതായത് മുമ്പുള്ള വീഡിയോകളിൽ പ്രസൻറ്റ് ടെൻസിനെ പറ്റി പറഞ്ഞിരുന്നു, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റിയൊക്കെ പഠിച്ചിരുന്നു. അതൊക്കെ പഠിച്ചതുകൊണ്ട് ഇത് ഇനിയും വളരെ വളരെ എളുപ്പമായിരിക്കും. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോകളും കണ്ട് ഇത് കാണുകയാണെങ്കിൽ വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വാസ്, വേർ, അതിൻ്റെ കൂടെ വെർബ് പ്ലസ് ING എന്ന് വരും. അതായത് ഈ വാസ് വേർന്നതിൻ്റെ മീനിങ് ആയിരുന്നു, കൊണ്ടിരുന്നു, ആയിക്കൊണ്ടിരുന്നു, അങ്ങനെയുള്ള മീനിങ് ആണ് വരുന്നത്. നമ്മൾ ഈസ്, ആർ, ആം, ആണ് എന്ന് പഠിച്ചു. ആണ്, അത് ഇവിടെ ആയിരുന്നു, അത്രയേ വ്യത്യാസമുള്ളൂ. ആയിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വാസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വേർ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇവിടെ I was sleeping when you came to my home yesterday. I was sleeping when you came to my home yesterday. നീ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരുന്നു, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. I was sleeping when you came to my home yesterday. ഇനിയൊരു എക്സാമ്പിൾ നോക്കൂ. You were studying when my sister sang a song. You were studying when my sister sang a song. എൻ്റെ സഹോദരി ഒരു പാട്ട് പാടിയപ്പോൾ നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ സഹോദരി ഒരു പാട്ട് പാടിയപ്പോൾ നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നോക്കൂ, ആദ്യം എക്സാമ്പിൾ പറഞ്ഞല്ലോ, I was sleeping when എന്ന് ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതിനാണ് വെൻ എന്ന് ഉപയോഗിച്ചത്. നീ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ, വെൻ യു കെയിം ടു മൈ ഹൗസ് യെസ്റ്റർഡേ. ആ വെൻ സെൻറ്ററിലൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ. It was raining when you came last week. കഴിഞ്ഞ ആഴ്ച നീ വന്നപ്പോൾ മഴ പെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. It was raining when you came last week. കഴിഞ്ഞ ആഴ്ച നീ വന്നപ്പോൾ മഴ പെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്ക്. It was a nice trip. അതൊരു നല്ല യാത്രയായിരുന്നു. It was a nice trip. അതൊരു നല്ല യാത്രയായിരുന്നു. ഇനിയൊരു എക്സാമ്പിൾ നോക്കൂ. They were having lunch when we went there off late. They were having lunch when we went there off late. ഈയിടെ നമ്മൾ അവിടെ പോയപ്പോൾ അവർ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. They were having lunch when we went there off late. അവിടെ ഓഫ് ലേറ്റ് എന്നുണ്ടോ? ഓഫ് ലേറ്റ് അതൊരു ഫ്രേസാണ്. ഇതുമാതിരിയുള്ള കുറേ ഫ്രേസുകളൊക്കെ പറ്റിയുള്ള മാത്രമുള്ള ഒരു ക്ലാസ് ഞാൻ ഇനി മുമ്പുള്ള ഒരു ദിവസം ഇടുന്നതാണ്. ഓഫ് ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈയിടെ നമ്മൾ അവിടെ പോയപ്പോൾ അവർ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയൊരു എക്സാമ്പിൾ നോക്കൂ. ആമിന ആൻഡ് ഗിരിജ വെർ ഡാൻസിങ് ടുഗദർ. ആമിനയും ഗിരിജയും ഒന്നിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. ആമിന ആൻഡ് ഗിരിജ വെർ ഡാൻസിങ് ടുഗദർ. ആമിനയും ഗിരിജയും ഒന്നിച്ച് ഡാൻസ് ചെയ്യുകയായിരുന്നു. ആ ടുഗദർ എന്നുണ്ടോ? ആമിന ആൻഡ് ഗിരിജ വെർ ഡാൻസിങ് ടുഗദർ, ഇത് ഒന്നിച്ച് എന്നുള്ളതാണ് ടുഗദർ എന്ന് പറയുന്നത്. ഈ സെൻറ്റൻസുകളിലൊക്കെ ഫ്രേസുകൾ, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീടുള്ള ഒരു ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത നോക്കാം.
ഈ പാസ്റ്റ് കണ്ടിന്യൂസിൽ നെഗറ്റീവ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. വാസിൻറ്റ്, വേറിൻറ്റ്, വാസ് നോട്ട്, വേർ നോട്ട്. ഐ വാസിൻറ്റ് സ്ലീപ്പിംഗ് അതേ എക്സാമ്പിൾ തന്നെയാണ് എടുത്തിട്ട് പറയുന്നത്. മുമ്പത്തെ അതേ വാചകങ്ങൾ തന്നെയാണ് ഇവിടെ പിന്നെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാനും ക്വസ്റ്റ്യൻസ് എങ്ങനെ രൂപപ്പെടാനും ഉപയോഗിക്കുന്നത്. കാരണം ഇത് ആവർത്തിച്ച ഒരേ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അതേ സെൻറ്റൻസുകൾ തന്നെ നെഗറ്റീവിലും ഉപയോഗിക്കുന്നത്. നോക്കൂ, ഐ വാസ് ഇൻ സ്ലീപ്പിംഗ് വെൻ യു കെയിം ടു മൈ ഹോം യെസ്റ്റർഡേ. നീ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നില്ല. കണ്ടില്ലേ, വാസ് ഇൻ സ്ലീപ്പിംഗ്. അതായത് ഐ വാസ് നോട്ട് സ്ലീപ്പിംഗ് എന്ന് പറയുന്നതാണ് ഐ വാസ് ഇൻ സ്ലീപ്പിംഗ്, രണ്ടും പറയാം. ഇനി ഒന്ന് അടുത്ത് നോക്കൂ. യു വേർ ഇൻ സ്റ്റഡിയിങ് വെൻ മൈ സിസ്റ്റർ സാങ് എ സോങ്. എൻ്റെ സഹോദരി ഒരു പാട്ട് പാടിയപ്പോൾ നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. യു വേർ ഇൻ സ്റ്റഡിയിങ് വെൻ മൈ സിസ്റ്റർ സാങ് എ സോങ്, അല്ലെങ്കിൽ യു വേർ നോട്ട് സ്റ്റഡിയിങ് വെൻ മൈ സിസ്റ്റർ സാങ് എ സോങ് എന്നും പറയാം. ഇനി ഇറ്റ് വാസ് ഇൻ റെയിനിങ് വെൻ യു കെയിം ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച നീ വന്നപ്പോൾ മഴ പെയ്യുകയായിരുന്നില്ല. ഇറ്റ് വാസ് ഇൻ റെയിനിങ് വെൻ യു കെയിം ലാസ്റ്റ് വീക്ക്. ഇറ്റ് വാസ് നോട്ട് റെയിനിങ് വെൻ യു കെയിം ലാസ്റ്റ് വീക്ക്. അതാണ് ഇറ്റ് വാസ് ഇൻ റെയിനിങ് വെൻ യു കെയിം ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച നീ വന്നപ്പോൾ മഴ പെയ്തുകൊണ്ടിരുന്നില്ല, ഇല്ലെങ്കിൽ മഴ പെയ്യുകയായിരുന്നില്ല. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇറ്റ് വാസിൻ്റ് എ നൈസ് ട്രിപ്പ്. അതൊരു നല്ല യാത്രയായിരുന്നില്ല. ഇറ്റ് വാസിൻ്റ് എ നൈസ് ട്രിപ്പ്. ഇറ്റ് വാസ് നോട്ട് എ നൈസ് ട്രിപ്പ്. അതൊരു നല്ല യാത്രയായിരുന്നില്ല. ദേ വേർ ഇൻ ഹാവിങ് ലഞ്ച് വെൻ വി വെൻ ദെയർ ഓഫ് ലേറ്റ്. ഈയിടെ നമ്മളവിടെ പോയപ്പോൾ അവർ ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നില്ല. ദേ വേർ ഇൻ ഹാവിങ് ലഞ്ച്. ദേ വേർ നോട്ട് ഹാവിങ് ലഞ്ച് എന്ന് പറയാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ. ആമിന ആൻഡ് ഗിരിജ വേർ ഇൻ ഡാൻസിങ് ടുഗദർ. ആമിനയും ഗിരിജയും ഒന്നിച്ച് ഡാൻസ് ചെയ്യുകയായിരുന്നില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ആമിന ആൻഡ് ഗിരിജ വേർ നോട്ട് ഡാൻസിങ് ടുഗദർ എന്ന് പറയാം. ആമിന ആൻഡ് ഗിരിജ വേർ ഇൻ ഡാൻസിങ് ടുഗദർ എന്നും പറയാം. ഇനി ഇതേ സെൻറ്റൻസുകളിൽ ഇനി ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. വേർ യു, വാസ് ഹി, വാസ് ഷീ, വേർ ദേ എന്നൊക്കെയാണ് വരുന്നത്. നമുക്ക് വാസ് ഐ സ്ലീപ്പിംഗ് വെൻ യു കെയിം ടു മൈ ഹോം യെസ്റ്റർഡേ. നീ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നോ? ആയിരുന്നോ? പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഉറങ്ങിക്കൊണ്ടിരുന്നോ? വെൻ ഐ വാസ് ഐ സ്ലീപ്പിംഗ്. ഓക്കെ, വാസ് ഐ സ്ലീപ്പിംഗ് വെൻ യു കെയിം ടു മൈ ഹോം യെസ്റ്റർഡേ. നീ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നോ അല്ലെ ഉറങ്ങിക്കൊണ്ടിരുന്നോ? ഇനി അടുത്ത് നോക്കുക. വേർ യു സ്റ്റഡിയിങ് വെൻ മൈ സിസ്റ്റർ സാങ് എ സോങ്. എൻ്റെ സഹോദരി ഒരു പാട്ട് പാടിയപ്പോൾ നീ പഠിച്ചുകൊണ്ടിരുന്നോ? വേർ യു സ്റ്റഡിയിങ്. വേർ യു നോട്ട് സ്റ്റഡിയിങ് എന്നാണ് നെഗറ്റീവിൽ പറയുന്നത്. ഇത് പോസിറ്റീവിൽ വേർ യു സ്റ്റഡിയിങ്. വേർ യു സ്റ്റഡിയിങ് വെൻ മൈ സിസ്റ്റർ സാങ് എ സോങ്. എൻ്റെ സഹോദരി ഒരു പാട്ട് പാടിയപ്പോൾ നീ പഠിച്ചുകൊണ്ടിരുന്നോ അല്ലെങ്കിൽ പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ? ഇനി അടുത്തത്. വാസ് ഇറ്റ് റെയിനിങ് വെൻ യു കെയിം ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച നീ വന്നപ്പോൾ മഴ പെയ്യുകയായിരുന്നോ? മഴ പെയ്തുകൊണ്ടിരുന്നോ? വാസ് ഇറ്റ് റെയിനിങ് വെൻ യു കെയിം ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച നീ വന്നപ്പോൾ മഴ പെയ്യുകയായിരുന്നോ അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരുന്നോ? ഇനി അടുത്തത്. നെഗറ്റീവിൽ എങ്ങനെ പറയുന്നത് നോക്കാം. വാസൻറ്റ് അല്ലെങ്കിൽ വേറിൻറ്റ്. വാസൻറ്റ് ഐ സ്ലീപ്പിംഗ് വെൻ യു കെയിം ടു മൈ ഹോം യെസ്റ്റർഡേ. നീ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നില്ലേ? ഇല്ലേ എന്നില്ല നെഗറ്റീവിൽ ചോദിക്കുന്നത്. ഉറങ്ങിക്കൊണ്ടിരുന്നില്ലേ? വാസൻറ്റ് ഐ സ്ലീപ്പിംഗ്. അതേപോലെ വാസ് ഐ നോട്ട് സ്ലീപ്പിംഗ് എന്നുള്ളതാണ് വാസൻറ്റ് ഐ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. വാസ് ഐ നോട്ട് സ്ലീപ്പിംഗ് എന്നും പറയാം. വാസ് ഐ നോട്ട് സ്ലീപ്പിംഗ് വെൻ യു കെയിം ടു മൈ ഹോം യെസ്റ്റർഡേ. ഞാൻ ഉറങ്ങുകയായിരുന്നില്ലേ? അടുത്തത്. വേറിൻറ്റ് യു സ്റ്റഡിയിങ് വെൻ മൈ സിസ്റ്റർ സാങ് എ സോങ്. അതായത് വേർ യു നോട്ട് സ്റ്റഡിയിങ്
വേറെൻറ്റ് യു സ്റ്റഡിങ് എന്ന് പറയാം, വേർ യു നോട്ട് സ്റ്റഡിങ്. വേറെൻറ്റ് യു സ്റ്റഡിങ് വെൻ മൈ സിസ്റ്റർ സാങ് എ സോങ്, എൻ്റെ സഹോദരി ഒരു പാട്ട് പാടിയപ്പോൾ നീ പഠിച്ചുകൊണ്ടിരുന്നില്ലേ, പഠിക്കുകയായിരുന്നില്ലേ, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നോക്കാം അടുത്തത്. വാസൻറ്റ് ഇറ്റ് റെയിനിങ് വെൻ യു കെയിം ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച നീ വന്നപ്പോൾ മഴ പെയ്യുകയായിരുന്നില്ലേ, മഴ പെയ്തുകൊണ്ടിരുന്നില്ലേ. വാസ് ഇറ്റ് നോട്ട് റെയിനിങ് എന്ന് പറയാം, വാസൻറ്റ് ഇറ്റ് റെയിനിങ് അല്ലെങ്കിൽ വാസ് ഇറ്റ് നോട്ട് റെയിനിങ് വെൻ യു കെയിം ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച നീ വന്നപ്പോൾ മഴ പെയ്യുകയായിരുന്നില്ലേ, പെയ്തുകൊണ്ടിരുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ വളരെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. വാസൻറ്റ് ഇറ്റ് എ നൈസ് ട്രിപ്പ്, വാസ് ഇറ്റ് നോട്ട് എ നൈസ് ട്രിപ്പ്, രണ്ടും. വാസൻറ്റ് ഇറ്റ് എ നൈസ് ട്രിപ്പ് ഓർ വാസ് ഇറ്റ് നോട്ട് എ നൈസ് ട്രിപ്പ്, അതൊരു നല്ല യാത്രയായിരുന്നില്ലേ എന്ന്. നെക്സ്റ്റ്, വേറിൻ ദേ ഹാവിങ് ലഞ്ച് വെൻ വി വെൻ ദെയർ ഓഫ് ലേറ്റ്, ഈയിടെ നമ്മൾ അവിടെ പോയപ്പോൾ അവർ ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നില്ലേ, അല്ലെ കഴിച്ചുകൊണ്ടിരുന്നില്ലേ. വേറിൻ ദേ ഹാവിങ് ലഞ്ച്, വേർ ദേ നോട്ട് ഹാവിങ് ലഞ്ച് എന്നുള്ളതാണ്. വേറിൻ ദേ ഹാവിങ് ലഞ്ച്, രണ്ടും പറയാം. വേർ ദേ നോട്ട് ഹാവിങ് ലഞ്ച് അല്ലെങ്കിൽ വേറിൻ ദേ ഹാവിങ് ലഞ്ച്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. വേറിൻ ആമിന ആൻഡ് ഗിരിജ ഡാൻസിങ് ടുഗദർ, വേറിൻ ആമിന ആൻഡ് ഗിരിജ ഡാൻസിങ് ടുഗദർ, അല്ലെങ്കിൽ വേർ ആമിന ആൻഡ് ഗിരിജ നോട്ട് ഡാൻസിങ് ടുഗദർ, ആമിനയും ഗിരിജയും ഒന്നിച്ച് ഡാൻസ് ചെയ്യുകയായിരുന്നില്ലേ, അല്ലെങ്കിൽ ആമിനയും ഗിരിജയും ഒന്നിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നില്ലേ. ഇങ്ങനെയൊക്കെയാണ് സെൻറ്റൻസുകൾ, ക്വസ്റ്റ്യൻസ് രൂപപ്പെടുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതോടുകൂടി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് വെർബ് ഫോംസ് നോക്കാം. ഗിവ്, ഗേവ്, ഗിവൻ, ഗിവ്, ഗേവ്, ഗിവൻ. ഗ്രോ, ഗ്രൂ, ഗ്രോൺ, ഗ്രോ, ഗ്രൂ, ഗ്രോൺ. ഹിയർ, ഹേർഡ്, ഹേർഡ്, ഹിയർ, ഹേർഡ്, ഹേർഡ്. ഹൈഡ്, ഹിഡ്, ഹിഡൻ, ഹൈഡ്, ഹിഡ്, ഹിഡൻ. ഹോൾഡ്, ഹെൽഡ്, ഹെൽഡ്, ഹോൾഡ്, ഹെൽഡ്, ഹെൽഡ്. ഹട്ട്, ഹട്ട്, ഹട്ട്. ഇവിടെ ഹട്ട്, ഹട്ട്, ഹട്ട് ഒരേ മൂന്നും ഒന്ന് തന്നെയാണ്. കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്, കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്. നോ, ന്യൂ, നോൺ, നോ, ന്യൂ, നോൺ. ലേൺ, ലേൺഡ്, ലേൺഡ്, ലേൺ, ലേൺഡ്, ലേൺഡ് എന്ന് പറയാം. ഈ ലേൺ ടി ഉപയോഗിക്കുന്നത് LEARN ടി ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ്. അതേമാതിരി LEARNED എന്ന് ഉപയോഗിക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലെൻഡ്, ലെൻറ്റ്, 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 ലെൻഡ്, ലെൻറ്റ്, ലെൻറ്റ്. ലെറ്റ്, 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 ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ലെറ്റ്, 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 മൂന്ന് ഫോമും ഒരുമാതിരി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ ഒരു എക്സാമ്പിൾസിന് വേണ്ടിയിട്ട്, എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ പറയുന്ന വാചകങ്ങൾ തന്നെ ഇനിയും സിമ്പിൾ പാസ്റ്റ് ടെൻസിലോ അല്ലെങ്കിൽ വേറൊരു ടെൻസിലോ ഇനിയും വളരെ നല്ലതായി അർത്ഥം വരുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റും. അപ്പോൾ സംസാര ഭാഷയിൽ ഇനിയും വ്യത്യാസങ്ങളൊക്കെ കാണും. ഇത് ഈ ഒരു വ്യാകരണം, ഈ ഒരു ടെൻസിൻ്റെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിളായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത് തന്നെ കാണാം. പിന്നെ അതിനിടയിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റുകൾ ഇടുക. ആരും കമൻറ്റുകൾ കൂടുതലായി ഇടുന്നില്ല. കമൻറ്റുകൾ ഇടുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത് തന്നെ കാണാം. ഗുഡ് ബൈ.